ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 7ാം ഭാഗത്തിലേക്കാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസും പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പ വഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബേസിക്സ് തൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻസിൽ ചോദിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് ജോൺ എന്നെ ഫോൺ വിളിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ഓഫീസിലാണ്. അപ്പോൾ ജോൺ വിളിച്ചിട്ട് ഞാൻ ഓഫീസിലുണ്ടോ എന്ന് ജോണിന് അറിയണം. അതേപോലെ തന്നെ ജോണിന് ഇവിടെ വന്ന് എന്നെ കാണണം. പിന്നെ ജോൺ ചോദിക്കുന്ന വേറൊരു കാര്യം, ജോൺ എപ്പോഴാണ് എൻ്റെ ഓഫീസിലേക്ക് വരേണ്ടത്, ഞാൻ എപ്പോഴാണ് ഫ്രീ ആണെന്ന് അവൻ അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻ വരുന്നത്. ജോണിന് ഞാൻ ഓഫീസിലുണ്ടോ എന്ന് അറിയണം, എന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എന്നെ വന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ എപ്പോഴാണ് അവൻ വരേണ്ടത് എന്നോട് അവന് ചോദിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജോൺ എന്നോട് ചോദിക്കുകയാണ്, നീ അവിടെ ഓഫീസിലുണ്ടോ? എങ്ങനെ ചോദിക്കുക? ശ്രദ്ധിക്കുക, ഓഫീസിൽ എന്ന് പറയാൻ അറ്റ് ദ ഓഫീസ്, എക്സാക്ട് ലൊക്കേഷൻ പറയാൻ അറ്റ് ഉപയോഗിക്കാം. അറ്റ് ഒരു പ്രിപ്പോസിഷനാണ്. അറ്റ് ദ ഓഫീസ്, എൻ്റെ ഒപ്പം പറയുക. അറ്റ് ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിൽ. ഒന്നുകൂടി പറഞ്ഞോളൂ. അറ്റ് ദ ഓഫീസ്, ഓഫീസിൽ. ഓക്കെ, നീ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അടുത്ത് നോക്കണ്ട അല്ലേ? അപ്പോൾ അറ്റ് ദ ഓഫീസ് പറഞ്ഞാൽ ഓഫീസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നീ അവിടെ ഉണ്ടോ? അവിടെ എന്ന വാക്കാണ് ദർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹിയർ എന്നാണല്ലോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ദർ, THERE, അവിടെ, ദർ. നീ, യു. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഓഫീസിൽ, അറ്റ് ദ ഓഫീസ്. അവിടെ, ദർ. നീ അല്ലെ നിങ്ങൾ, യു. ഇനി നമുക്ക് ചോദിക്കേണ്ടത്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ദർ? നീ അവിടെ ഉണ്ടോ? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ആർ യു ദർ? നിങ്ങൾക്കിത് നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഫോം വിളിച്ചിട്ട് ഒരാൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. നീ അവിടെ ഉണ്ടോ? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ആർ യു ദർ? നീ അവിടെ ഉണ്ടോ? ആർ യു ദർ? വൺസ് അഗൈൻ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നീ അവിടെ ഉണ്ടോ? ആർ യു ദർ? ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാനല്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഓഫീസിൽ, അറ്റ് ദ ഓഫീസ്. നീ ഓഫീസിലുണ്ടോ? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? നീ അവിടെ ഓഫീസിലുണ്ടോ? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നീ അവിടെ ഓഫീസിലുണ്ടോ? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? വൺസ് അഗൈൻ. നീ അവിടെ ഓഫീസിലുണ്ടോ? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഉത്തരം പറയണം, അത് ഞാനിവിടെ ഉണ്ട്. യെസ്, ഞാനിവിടെ ഉണ്ട്. ഇവിടെ എന്നുള്ള വാക്കാണ് ഹിയർ. ഇവിടെ, ഹിയർ. ഞാൻ എന്നുള്ള വാക്കാണ് എന്ത്? ഐ. ഞാനിവിടെ ഉണ്ട്. ഐ ആം ഹിയർ. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഞാനിവിടെ ഉണ്ട്. ഐ ആം ഹിയർ. നിങ്ങളോട് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരാൾ ഫോം വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയണ്ടേ? അങ്ങനെ പറയണേ, ഇത് ഉപയോഗിക്കാം. ഞാനിവിടെ ഉണ്ട്. ഐ ആം ഹിയർ. ഞാനിവിടെ ഉണ്ട്. ഐ ആം ഹിയർ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ജോൺ എന്നോട് എന്താ ചോദിച്ചേ? നീ അവിടെ ഓഫീസിലുണ്ടോ? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? ഞാനിവിടെ ഉണ്ട്. യെസ്, ഐ ആം ഹിയർ. ഞാനിവിടെ ഉണ്ട്. ഐ ആം ഹിയർ. ഇനിയും ഞാനിവിടെ ഇല്ലെന്ന് എങ്ങനെ പറയാം? നമുക്കിവിടെ ഈ കോൺവെർസേഷൻ്റെ ഭാഗമല്ല എങ്കിൽ നമുക്ക് അതോടെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. ഞാനിവിടെ ഇല്ലെന്ന് എങ്ങനെ പറയുക? നമ്മൾ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ ഐ ആം ഹിയർ എന്നാണ്. ഞാനിവിടെ ഇല്ലെന്ന് പറയാൻ ഐ ആം നോട്ട് ഹിയർ. നോട്ട് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഉണ്ട്, ഐ ആം ഹിയർ. ഞാനിവിടെ ഇല്ല, ഐ ആം നോട്ട് ഹിയർ. ബട്ട് ഇവിടുത്തെ സിറ്റുവേഷനിൽ എന്താ ചോദിച്ചത്? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? നീ അവിടെ ഓഫീസിലുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? യെസ്, ഐ ആം ഹിയർ. എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കണം, എന്താണ് കാര്യം? എന്നെ വിളിച്ചല്ലവൻ. എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? കാര്യം, മാറ്റർ. എന്താണ്? വാട്ട്. കാര്യം, മാറ്റർ. എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? അല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റഡ് ഫോം ഉപയോഗിക്കാം. വാട്ട് പ്ലസ് ഈസ്, വാട്ട്സ് ദ മാറ്റർ. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? കോൺട്രാക്റ്റഡ് ഫോം ഉപയോഗിക്കാം നമുക്ക്. എന്താണ് കാര്യം? വാട്ട്സ് ദ മാറ്റർ. അപ്പോൾ ജോൺ എന്നോട് പറയാണ്, എനിക്ക് നിന്നെ ഇന്ന് കാണണം.
എനിക്ക് നിന്നെ ഇന്ന് കാണണം. കാണുക എന്ന വാക്കെന്താ? സി ആണോ? കാണുക എന്ന മലയാളം വാക്കിന് ഇംഗ്ലീഷിൽ 3 വാക്കുകൾ വരുന്നുണ്ട് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട്. നമ്മൾ കണ്ണ് തുറന്നാൽ ജസ്റ്റ് ഇങ്ങനെ കാണുന്നതിന് സി എന്ന് പറയാം, SEE. ഓക്കെ, TV കാണുന്നതിൻ്റെയും പ്രോഗ്രാംസ് കാണുന്നതിൻ്റെയും വാച്ച് എന്ന് പറയാം. ഒരാളെ കണ്ടുമുട്ടുക, പരിചയപ്പെടുക, ഒരാളെ കണ്ട് അയാളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്ന ആ പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ മീറ്റ് എന്ന് പറയും, MEET. അപ്പോൾ സി, വാച്ച്, മീറ്റ് എല്ലാത്തിനും മലയാളത്തിൽ നമ്മൾ ജസ്റ്റ് കാണുക എന്ന് പറയാമെങ്കിലും ഇവിടെ എന്താ പറഞ്ഞത് ജോൺ? എനിക്ക് നിന്നെ ഇന്ന് കാണണം. അപ്പോൾ കാണുക, മീറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് നിന്നെ കാണണം. നിന്നെ എന്നുള്ള വാക്കെന്താ? യു. അപ്പം മീറ്റ് യു. ഇന്ന്, ടുഡേ. എനിക്ക് നിന്നെ ഇന്ന് കാണണം. ഇന്ന്, ടുഡേ. കാണുക, മീറ്റ്. നിന്നെ യു, മീറ്റ് യു ടുഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് കാണുക. അപ്പോൾ എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ ഇന്ന് കാണണം. ശ്രദ്ധിക്കുക, എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ I want to, WANT, I want to വെച്ച് സെന്റൻസ് തുടങ്ങാം. എനിക്കൊരു കാര്യം ചെയ്യണം, എന്ന് പറയാൻ I want to വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആ ടു ഇടാതിരിക്കരുത്. കാരണം I want എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നാണ്. എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയാൻ I want യൂസ് ചെയ്യാം. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറയണമെങ്കിൽ I want to യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് നിന്നെ കാണണം, കാണുക, മീറ്റ്, നിന്നെ, യു, ഇന്ന്, ടുഡേ. അപ്പോൾ മീറ്റ് യു ടുഡേ നമ്മൾ പഠിച്ചു. എനിക്ക് നിന്നെ കാണണം, I want to meet you today. എനിക്കൊരു കാര്യം ചെയ്യണം, I want to. എനിക്ക് നിന്നെ കാണണം, I want to meet you today. I want to meet you today. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. I want to meet you today. I want to meet you today. എനിക്ക് നിന്നെ ഇന്ന് കാണണം. മറക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് ഒരാളോട് പറയണമെങ്കിൽ I want to വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് അവനോട് സംസാരിക്കണം. എങ്ങനെ പറയും? ഇതുകൊണ്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ അഡീഷണൽ എക്സാമ്പിൾസ് എഴുതുന്നതാണ്. കോൺവെർസേഷൻ മാറിപ്പോവണ്ട. നമ്മൾ ഇവിടെ പഠിക്കേണ്ട എന്താ? I want to meet you today. എനിക്ക് നിന്നെ ഇന്ന് കാണണം. അതുകൊണ്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് തരാം. എനിക്ക് അവനോട് സംസാരിക്കണം. I want to talk to him. I want to talk to him. എനിക്ക് അവിടെ വൈകുന്നേരം 5 മണിക്ക് എത്തണം. I want to reach there at 5 PM. അപ്പോൾ I want to എന്തിനാ യൂസ് ചെയ്യുന്നത്? എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറയാൻ. എനിക്ക് നിന്നെ ഇന്ന് കാണണം. അപ്പം ജോൺ എന്താ എന്നോട് പറഞ്ഞത്? എനിക്ക് നിന്നെ ഇന്ന് കാണണം. I want to meet you today. I want to meet you today. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ, ശരി, നിനക്ക് എൻ്റെ ഓഫീസിലേക്ക് വരാം. യു ക്യാൻ കം ടു മൈ ഓഫീസ്. നിനക്കൊരു കാര്യം ചെയ്യാം. യു ക്യാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിനക്ക് വരാം. യു ക്യാൻ കം ടു മൈ ഓഫീസ്. വരിക എന്ന വാക്കെന്താ? കം. ഓക്കെ, എൻ്റെ ഓഫീസിലേക്ക്, ടു മൈ ഓഫീസ്. എൻ്റെ ഓഫീസിലേക്ക്, ടു മൈ ഓഫീസ്. നിനക്ക് വരാം എൻ്റെ ഓഫീസിലേക്ക്. യു ക്യാൻ കം ടു മൈ ഓഫീസ്. നിനക്ക് എൻ്റെ ഓഫീസിലേക്ക് വരാം. യു ക്യാൻ കം ടു മൈ ഓഫീസ്. അടുത്ത് ജോൺ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ജോണിനോട് പറഞ്ഞു നിനക്ക് വരാമെന്ന് പറഞ്ഞു, പക്ഷേ ഏത് സമയത്താണ് ഞാൻ ഫ്രീ ആവുക? ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഞാൻ ഏത് സമയത്താണ് ഫ്രീ ആവുക? അവൻ എപ്പോഴാണ് വരേണ്ടതെന്ന് അവൻ അറിയില്ല, ഞാൻ ടൈം പറഞ്ഞുമില്ല. അപ്പോൾ അവൻ എന്നോട് എന്താ ചോദിക്കുക? ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഓഫീസിലേക്കെന്ന് ഞാൻ പറയുന്നില്ല, ടു യുവർ ഓഫീസ് എന്ന് പറയണ്ട. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ശ്രദ്ധിക്കുക, വരിക എന്ന വാക്കെന്താ? കം. വരിക, കം. ഓക്കെ, ഞാൻ എന്നുള്ള വാക്കെന്താ? ഐ. അത് നിങ്ങൾക്കറിയാം. എപ്പോൾ, ഏത് സമയം, എപ്പോൾ അല്ലേ ഏത് സമയം എന്നൊക്കെ ചോദിക്കണമെങ്കിൽ, സമയത്തെപ്പറ്റി ചോദിക്കണമെങ്കിൽ when, WHEN, when. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ഇതേപോലുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, I, we, you, they, what, why, which, സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിന്നും പാർട്ട് 1 തൊട്ട് കാണുവാണെങ്കിൽ അടിസ്ഥാനം തൊട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണമെന്നില്ല. ഓക്കെ, ഒരുപാട് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് തൊട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ എന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സിൽ ചോദിക്കാൻ ഞാൻ പരമാവധി എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ജോൺ എന്നോട് എന്താ ചോദിച്ചത്? ഞാൻ എപ്പോഴാണ് വരേണ്ടത്? എപ്പോൾ, വെൻ. ഞാൻ ഐ. വരിക, കം. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം? വെൻ ഷുഡ് ഐ കം? പിന്നീടൊരു സമയത്ത് ഞാൻ എപ്പോഴുള്ള കാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ വെൻ ഷുഡ് ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വെൻ ഷുഡ് ഐ. ശ്രദ്ധിക്കുക, ഷുഡ് ഐ വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത് എന്തിനാ? ഞാനൊരു കാര്യം ചെയ്യണമെന്ന് ചോദിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നെ വിളിക്കണോ? ഇപ്പം ഞാൻ നിന്നെ വിളിക്കണോ എന്ന് എങ്ങനെ ചോദിക്കുക? ഷുഡ് ഐ കോൾ യു? ഞാൻ ഇന്ന് വൈകിട്ട് നിന്നെ വിളിക്കണോ? ഷുഡ് ഐ കോൾ യു ഇൻ ദ ഈവനിങ്? ഞാൻ വൈകുന്നേരം നിന്നെ വിളിക്കണോ? ഞാൻ വൈകിട്ട് നിന്നെ വിളിക്കണോ? ഷുഡ് ഐ കോൾ യു ഇൻ ദ ഈവനിങ്? ഞാനിവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കണോ? ഷുഡ് ഐ വെയിറ്റ് ഫോർ യു ഹിയർ? ഞാൻ നാളെ വരണോ? ഞാൻ ഓഫീസിലേക്ക് വരണോ എന്നെങ്ങനെ ചോദിക്കുക? ഷുഡ് ഐ കം. എപ്പോഴാണ് വരേണ്ടത്? എപ്പോഴാണ് വരേണ്ടത്? ഷുഡ് ഐൻ്റെ മുമ്പിൽ നമ്മൾ എന്തിടണം? വെൻ ആഡ് ചെയ്യുക. വെൻ ഷുഡ് ഐ കം?
ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം. അപ്പം ഞാൻ പറയുകയാണ്, നിനക്ക് 1 മണിക്ക് ശേഷം വരാം. 1 മണി, ഉച്ചയ്ക്ക് 1 മണിക്ക് 1 PM എന്ന് പറയും. ശേഷം 1 മണി കഴിഞ്ഞ്, അതിന് ശേഷം, ആഫ്റ്റർ വരിക എന്ന വാക്ക് കമ്മാണ്. നിനക്ക് വരാം, യു ക്യാൻ കം ആഫ്റ്റർ 1 PM. നിനക്ക് 1 മണിക്ക് ശേഷം വരാം. ജോൺ പറഞ്ഞു ശരി, ഓക്കെ. അപ്പോൾ വളരെ ഒരു സിമ്പിൾ സിറ്റുവേഷൻ നമ്മൾ ചെയ്തത്. ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾ വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് കണ്ട് പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഇതിൽ എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷനോ കൂടുതൽ എക്സാമ്പിൾസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് ആദ്യം തൊട്ട് നോക്കാം. ഈ കോൺസെപ്ഷൻ ഫുള്ളായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ജോൺ എന്നെ വിളിക്കുകയാണ്, ഫോം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ അവിടെ ഓഫീസിലുണ്ടോ? ആർ യു ദർ അറ്റ് ദ ഓഫീസ്? അപ്പം ഞാൻ പറയാണ്, ഞാനിവിടെ ഉണ്ട്. യെസ് ഐ ആം ഹിയർ. ഞാനിവിടെ ഉണ്ട്. യെസ് ഐ ആം ഹിയർ. എന്താണ് കാര്യം? ഞാനോട് ചോദിക്കുകയാണ്, എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ആയിട്ട് പറയണമെങ്കിൽ വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ ജോൺ എന്നോട് പറയാണ്, എനിക്ക് നിന്നെ ഇന്ന് കാണണം. ഐ വോണ്ട് ടു മീറ്റ് യു ടുഡേ. അപ്പോൾ ഞാൻ പറയാണ്, ശരി, നിനക്ക് എൻ്റെ ഓഫീസിലേക്ക് വരാം. ഓക്കെ, യു ക്യാൻ കം ടു മൈ ഓഫീസ്. അപ്പോൾ ജോൺ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം? അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, നിനക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം വരാം. യു ക്യാൻ കം ആഫ്റ്റർ 1 PM. അപ്പോൾ ജോൺ എന്നോട് പറഞ്ഞു ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴും മറ്റുമൊക്കെ ഒരാളവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഒരാൾ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയാം. എന്താണെന്ന് കാര്യം എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു. എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഐ വാണ്ട് ടു വെച്ച് പഠിച്ചു. അതുപോലെ ഞാൻ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വെൻ ഷുഡ് ഐ വെച്ച് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളിത് പഠിച്ചു. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് ഇനിയും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനലിലെ എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക്സ് തൊട്ട് പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ശ്രദ്ധിക്കുക, ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഓഥറാണ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ഒരു അനുഭവ സമ്പത്ത്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പ്രിപ്പയർ ചെയ്ത ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന കോഴ്സിൻ്റെ പുസ്തക രൂപമാണ്. ഇതിൽ ഇ ബുക്കും ഒറിജിനൽ ബുക്കും ഉണ്ട്. ഇ ബുക്കിന് 200 രൂപയാണ്. PDF ഫോർമാറ്റാണ്. ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും അയച്ചു തരാൻ സാധിക്കും. ഒറിജിനൽ ബുക്കിന് 300 രൂപയാണ്. പ്ലസ് കേരളത്തിന് ഉള്ളിലുള്ള ഷിപ്പിങ്ങിന് 50 രൂപ എക്സ്ട്രാ വരും. ഷിപ്പിംഗ് ചാർജ് വരും. 300 പ്ലസ് 50 350 രൂപയാണ് കേരളത്തിനുള്ളിലുള്ള ഷിപ്പിങ്ങിന് ഒറിജിനൽ ബുക്കിന് വരുന്നത്. അതുപോലെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 തരം കോഴ്സ് ഉണ്ട്. 900 റുപ്പീസിൻ്റെ സെൽഫ് സ്റ്റഡി പ്രോഗ്രാം ഉണ്ട്. സ്വന്തമായിട്ട് പഠിക്കേണ്ട ക്ലാസ്സാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ കിട്ടാനും അത്യാവശ്യം ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു 1 മന്ത് ഡ്യൂറേഷനുള്ള 900 റുപ്പീസിൻ്റെ സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. സ്വന്തമായിട്ട് പഠിക്കേണ്ടതാണ്. റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് ആണ് 30 ദിവസത്തേക്ക് തരുന്നത്. 10 എക്സാംസ് ഉണ്ട്. അതിൻ്റെ ആൻസർ കീസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഇ ബുക്ക് ഫോർമാറ്റ് PDF ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. 900 റുപ്പീസാണ് വരുന്നത്. സെൽഫ് സ്റ്റഡിയാണ്. രണ്ടാമതൊരു ഓപ്ഷനുള്ളത് പ്രോ ലെവൽ 1 കോഴ്സാണ്. പ്രോ ലെവൽ 2 വേറെ ഉണ്ട്. പ്രോ ലെവൽ 1 കോഴ്സ് നേരത്തെ പറഞ്ഞ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് 30 ഡേയ്സിലേക്കുണ്ട്. നേരത്തെ പറഞ്ഞ സെയിം സിലബസ് തന്നെയാണത്. 10 എക്സാംസ് ഉണ്ട്. അതിൻ്റെ ആൻസർ കീസ് ഉണ്ട്. അത് ഇ ബുക്ക് ഫ്രീ ആയിട്ടുണ്ട്. ഇ ബുക്കാണ് ഫ്രീ ആയിട്ടുള്ളത്. അതുപോലെ എൻ്റെ ചാറ്റ് സപ്പോർട്ട്, ഒരു പേഴ്സണൽ ട്രെയിനിലെ ചാറ്റ് സപ്പോർട്ട് അറ്റ് പ്രസന്റ് ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് പേഴ്സണൽ ട്രെയിനിലെ ചാറ്റ് സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. പ്രോ ലെവൽ 2 കോഴ്സിൽ ഈ പറഞ്ഞ കോഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞ കോഴ്സിൻ്റെ സിലബസ് തന്നെയാണ്. ചാറ്റ് സപ്പോർട്ട് കൂടാതെ നിങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് സപ്പോർട്ട് സെഷൻസും അവൈലബിൾ ആണ്. കോഴ്സിനെ പറ്റിയോ ബുക്സിനെ പറ്റിയോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. So that's all for today. I'll be back with the next training session soon. Bye.